ആന്റണി രാജുവിന്റെ കേസിൽ തൊണ്ടി മുതൽ മോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് കോടതി അതിന്റെ ഉത്തരവ് പറയുകയാണ്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിക്കുന്നു. മേൽക്കോടതിക്ക് കൊടുക്കേണ്ട സാഹചര്യമില്ല എന്നാണ് ജഡ്ജിയുടെ നിരീക്ഷണം. വിവിധ വകുപ്പുകളിലായി ശിക്ഷ വിധിക്കും. അല്പസമയത്തിനകം തന്നെ എന്താണ് ശിക്ഷ എന്നുള്ളത് അറിയാൻ സാധിക്കും. കോടതി വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി 3 വർഷം ശിക്ഷ എന്നതിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തൊണ്ടി മുതൽ കേസിലാണ് കോടതി ഉത്തരവ് പറയുന്നത്. നെടുമങ്ങാട്ടെ കോടതി കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ വകുപ്പുകളിലായിട്ടായിരിക്കും ശിക്ഷ വരിക. പരമാവധി 3 വർഷം ശിക്ഷയെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. സിജോ വിജോൺ ചേരുന്നുണ്ട്. സിജോ, വിവരങ്ങൾ. വിവിധ വകുപ്പുകളിലായിട്ടാണ് ഇപ്പോൾ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗൂഢാലോചനയ്ക്ക് 6 മാസം ശിക്ഷയാണുള്ളത്. മറ്റ് 2 വകുപ്പുകളിലായിട്ട് കോടതി 3 വർഷത്തേക്കാണ് ശിക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ പരമാവധി 3 വർഷം വരെയാണ് ശിക്ഷ വരിക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് ഇവിടുന്ന് ജാമ്യം ലഭിക്കും. കാരണം 3 വർഷം ശിക്ഷ എന്ന് പറയുന്നത് ഈ കോടതിക്ക്, അതായത് ഇവിടെ ജാമ്യം ഓൾറെഡി അലോട്ടഡ് ആയിട്ടുള്ള മുൻകൂർ അല്ലെങ്കിൽ മറ്റ് ജാമ്യത്തിൽ നടപടികളിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ ഇദ്ദേഹം അയോഗ്യനാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഉറപ്പാണ്. കാരണം ഈ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പ്രകാരം ഒരു ക്രിമിനൽ കേസുകളും മറ്റു കേസുകളിൽ 2 വർഷത്തിലധികം ശിക്ഷിക്കപ്പെടുകയാണെങ്കിലാണ് അദ്ദേഹം അയോഗ്യനാക്കപ്പെടുക. സ്വാഭാവികമായും അയോഗ്യത എന്ന് സംബന്ധിച്ച കാര്യത്തിൽ നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതിനെ ആ അയോഗ്യത മറികടക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇതിനെ മേൽക്കോടതിയിൽ അപ്പീൽ പോകുക എന്നുള്ളതാണ്. അപ്പീൽ പോകുന്ന സാഹചര്യത്തിൽ ആ കോടതി ഇത് സ്ഥിര ചെയ്യുന്നിടത്തോളം വരെ MLA സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി അയോഗ്യനായ എന്ന നിലയിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഒരു പരിധിവരെ ആശ്വാസമാണ് അത് ഉള്ളത്. കാരണം 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തുകയും ചെയ്തിരുന്നത്. ആ വകുപ്പുകൾ പ്രകാരം പക്ഷെ അത് അത്തരം വകുപ്പുകൾ ചുമത്തുന്നത് ഒഴിവാക്കണം എന്നാണ് കോടതി പറയുകയും ചെയ്തിരുന്നത്. അല്ല, കോടതി ക്ഷമിക്കണം, ഈ പ്രതിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പരമാവധി 14 വർഷം വരെ ശിക്ഷ ലഭിക്കുമെങ്കിൽ പോലും ഈ കേസിൽ കോടതി തീരുമാനിക്കേണ്ടത് അതിന്റെ കുറഞ്ഞ ശിക്ഷയായിട്ടുള്ള 3 വർഷം എന്നത് ചുരുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രതിഭാഗം ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. സ്വാഭാവികമായും കോടതി അത് പരിഗണിച്ചു. ഓർഡർ പറയുന്ന സമയത്ത് തന്നെ കോടതി ആദ്യം ആ പോർഷനാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്ന്, ഈ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് CJM കോടതിയിലേക്ക്, ആ കോടതിയിലേക്ക് ഇത് മാറ്റണമെന്നാണ്. അതിൻ്റെ ഒരു സാഹചര്യമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ കോടതിക്ക് തന്നെ ഇത് ഉത്തരവ് പറയാനുള്ള അധികാരമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയത്. അങ്ങനെയാണ് 3 വകുപ്പുകളിലായിട്ടുള്ള ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യം ഗൂഢാലോചനയുടെ ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. അത് 120B ആണ്. അത് പ്രകാരം 6 മാസവും മറ്റ് 2 വകുപ്പുകളിലായി 3 വർഷമുള്ള ശിക്ഷയാണ് വന്നിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധവുമായി ആളുകൾ പുറത്തുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോവുകയും ചെയ്യാം. ആ ദൃശ്യങ്ങളിലേക്ക്, വിവരങ്ങളിലേക്ക് വരാം. നെടുമങ്ങാട് കോടതി വിധി പറഞ്ഞിരിക്കുന്നു. ആന്റണി രാജുവിന് 3 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഏതാണ്ട് 14 വർഷം ലഭിക്കേണ്ടതായിരുന്നു. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ സിയോ പറഞ്ഞതുപോലെ ആശ്വാസമാണ്. 3 വർഷം തടവാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അവിടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്ന് രാവിലെ മുതൽ വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോടതി പ്രതിഭാഗത്തിന്റെ ആവശ്യം, ശിക്ഷ കുറയ്ക്കണമെന്നുള്ള ആവശ്യം കൂടി പരിഗണിച്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്ന കാഴ്ചയാണ് നെടുമങ്ങാട്ട് നിന്ന് കാണാൻ സാധിക്കുന്നത്.